ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത്തെ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എൻ്റെ രാവിലത്തെ റൊട്ടീനൊക്കെ വളരെ പതുക്കെയാണ് തുടങ്ങിയത്. അങ്ങനെ ഫ്രഷ് ആയ ശേഷം പുറത്തൊന്നിറങ്ങി കേട്ടോ. പുറത്ത് നല്ല തണുത്ത അന്തരീക്ഷമാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ എപ്പോഴത്തേനെക്കാട്ടി കുറച്ച് തണുപ്പ് കൂടുതലാണ്. അപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ അകത്തേക്ക് തന്നെ വന്ന്. അപ്പോൾ ഇന്നലെ രാത്രി അരി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശ ആട്ടോ ചുട്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സ്ട്രോബെറി 2 സ്ട്രോബെറിയും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടാട്ടോ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദോശൻ്റെ കൂടെ പിന്നെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ബിരിയാണി ഉണ്ടാക്കണ വീഡിയോസൊക്കെ കിടന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എടുക്കാൻ എനിക്ക് ബിരിയാണി ഉണ്ടാക്കിയ ഒരു തയക്കം വരാത്തതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഒന്നെങ്കിൽ വേവ് കൂടോ വേവ് കുറയോ നന്നാവോ അങ്ങനെയൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ദമ്മിടണ നേരത്താണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. ഉച്ചക്കുള്ള ഫുഡും പിന്നെ കുറച്ച് വിശ്രമം. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങണത്. ചിലപ്പോഴൊക്കെ വിശ്രമത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വൈകുന്നേരം പുറത്തിറങ്ങാൻ പറ്റില്ല. രാത്രിയാകുമ്പോഴാണ് ഇറങ്ങൽ. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇന്ന് വൈകുന്നേരം തന്നെ പുറത്തിറങ്ങി. ഞങ്ങൾ ആദ്യം തന്നെ പോണത് കോർണീഷ്യയിലാട്ടോ. കോർണീഷ്യത്തെ ഒരു കാറ്റും അവിടുത്തെ ഒരു അന്തരീക്ഷം എനിക്കൊരു പ്രത്യേക പോസിറ്റീവായിട്ട് തരല്. അവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്ക് വളരെ സന്തോഷമാണ്. എത്ര വന്നാലും മടുപ്പ് തോന്നാത്തൊരു ഇടാട്ടോ എനിക്ക് കോർണീഷ. അപ്പം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ പോണതിടയിൽ 7-അപ്പും സോഡയൊക്കെ വാങ്ങി കരുതിന് കേട്ടോ. അപ്പം അതൊക്കെ കുടിച്ചോണ്ടാട്ടോ ഞങ്ങൾ ദുബായിലേക്ക് പോയിക്കൊണ്ടിരിക്കണത്. പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ദുബായ് മാളിൽ. ഞങ്ങൾക്ക് P4-ലാണ് കിട്ടിയത് കേട്ടോ. ദുബായ് മാളിനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ മാളുകളിലൊക്കെ ഒന്നാണ് ദുബായ് മാൾ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം ബുർജ് ഖലീഫൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മാളാണ് ഈ മാള്. അതേപോലെ തന്നെ 1200ഓളം കടകളും 100ഓളം റെസ്റ്റോറൻറ്റുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത്രക്കും വിശാലമായി കുറേ നടന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ദുബായ് മാള്. ഷോപ്പിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൈന ടൗണിലാണ് കേട്ടോ. മാളിൻ്റെ താഴത്തെ നിലയിൽ ഐസ് റിങ്ങിൻ്റെ അടുത്താണ് ഇത് കാണാൻ പറ്റുക. നമ്മൾ ശരിക്കും ചൈനയിലൊരു മാർക്കറ്റിൽ എത്തിയ പോലാണ് കേട്ടോ തോന്നുക. എവിടെ നോക്കിയാലും ചുവന്ന വിളക്കുകളും ചൈനീസ് ബോർഡുകളും കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും വീഡിയോസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ കുറേ ചൈനീസ് ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളും ഈ ഏരിയയിലുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. കുറേ ബൊക്കറ്റ് ഉണ്ട്. പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. പല വലുപ്പത്തിലുള്ള ബൊക്കറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേതാ ഭംഗി എന്ന് ചോദിച്ചാൽ പറയാൻ കൺഫ്യൂഷനാണ്. കാരണം എല്ലാ ഫ്ലവേഴ്സും ഒന്നിനൊന്ന് മെച്ചാട്ടോ. അത്രക്കും ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഈ ഐസ് റിങ്ങിൻ്റെ വീഡിയോസും കുറച്ചൊക്കെ എടുത്ത് പിന്നെ മോളിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയ വെള്ളച്ചാട്ടം കാണാനും നല്ല ഭംഗിയാട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മാളിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാം. ഈ നൈറ്റിൽ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബുർജ് ഖലീഫിൻ്റെ അടുത്ത് വേറെയും പല ബിൽഡിംഗ് ഉണ്ട്. എല്ലാതും നല്ല ലൈറ്റ് ഇട്ടിട്ട് നല്ല നൈറ്റിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഈ ബുർജ് ഖലീഫിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോഴാട്ടോ മറ്റേ വെള്ളം വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ മ്യൂസിക്കും ഉള്ളത്. അപ്പം അത് കാണാൻ വളരെ തിക്കും കുത്താണ്. ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ സ്പേസ് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും എനിക്ക് കഴിയണ പോലെ അത്ര ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പിന്നെ 20 മിനിറ്റ് കൂടുമ്പോഴാണ് വീണ്ടും ഇത് പ്ലേ ചെയ്യുക. ഈ ബുർജ് ഖലീഫിൻ്റെ കളർ ചേഞ്ച് ആവും ചെയ്യും. അപ്പം ഞാൻ അടുത്ത നെക്സ്റ്റ് അതേപോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് സ്ഥലമൊക്കെ പിടിച്ച് ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ടാങ്ക് ഉണ്ട്. ഒരു വലിയൊരു ടാങ്കിൽ ആയിരക്കണക്കിന് മീനുകളും
മറ്റ് കടൽ ജീവികളും നമുക്കിതിൽ കാണാൻ പറ്റും ട്ടോ. അപ്പോൾ പലേ ടൈപ്പ് വലുതും ചെറുതുമായിട്ടുള്ള കുറേ മീനുകൾ ഈ അക്വേറിയത്തിൽ കാണാം. ഇതിൻ്റെ വലിപ്പം എങ്ങനെ പറയാൻ അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇപ്പം വെള്ളപ്പം അങ്ങനത്തെ ഓരോ ഐറ്റംസാട്ടോ കഴിച്ചത്. ചിക്കൻ കറി. ആ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടേനി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ഡേ അങ്ങനെ കഴിഞ്ഞ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.